ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ. നമ്മുടെ കേക്കിലൊക്കെ വളരെ കുറച്ച് നോസിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡിസൈനൊക്കെ കുറച്ചൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മാത്രമല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റും കൂടി ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഓപ്പൺ സ്റ്റാർ നോസിലാണ്. ഇതിൻ്റെ നോസിലിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 121 എന്ന് പറയുന്നൊരു നമ്പറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നോസിൽ. അപ്പോൾ ഈ നോസിൽ ഞാൻ പൈപ്പ് ബാഗിലാക്കിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരയ്ക്കുന്ന പോലൊരു ഡിസൈനാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് കേക്കിൻ്റെ അടിയിൽ ഇങ്ങനെ ബോർഡറായിട്ടോ അല്ലെങ്കിൽ കേക്കിൻ്റെ ടോപ്പിൽ ബോർഡറായിട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡിസൈനാണ്. അത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഡിസൈന്. ഇനി നമ്മൾ ഈ സെയിം നോസിൽ വെച്ച് തന്നെയാണ് അടുത്തേം ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി എടുത്തിട്ട് ഒരു സൈഡിലോട്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും ഇപ്പുറത്തെ സൈഡിലോട്ട്, അങ്ങനെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത ഡിസൈൻ നമ്മൾ സെയിം നോസിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അത് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ഫ്ലവർ പോലെയൊക്കെ വരും കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. സെയിം നോസിൽ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം താഴോട്ട് ഇങ്ങനെ നാക്കി കൊടുക്കുകയാണ്. അപ്പം നീളത്തിൽ ഇത് ഇങ്ങനൊരു ഡിസൈൻ പോലെ ആവും കേട്ടോ. ഈ ഒരു നോസിൽ വെച്ച് തന്നെ ഇത്രയും ഡിസൈൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെയിം നോസിൽ വെച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മറ്റൊരു കേക്ക് ബോർഡിൽ നമ്മൾ നേരത്തെ നീളത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തില്ലേ, അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ നല്ലൊരു ഡിസൈനാണിത് കേട്ടോ. സെയിം നോസിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ പൊക്കി എടുക്കുമ്പോഴുണ്ടല്ലോ ഒരു ബഡ് പോലെ വരും കേട്ടോ. ഇങ്ങനെയൊക്കെ ഡിസൈൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രീമൊക്കെ നോസിലിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ വീണ്ടും നമ്മൾ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചെയ്താലും അത്ര അങ്ങോട്ട് നീറ്റ്നെസ് തോന്നിക്കില്ല കേട്ടോ. സെയിം നോസിൽ വെച്ച് തന്നെ അത് ഇങ്ങനെ ഒന്ന് വളച്ച് ഇങ്ങനെ ചെയ്യുന്ന നല്ല ഒരു ഡിസൈനാണിത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ആക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയൊരു ഡിസൈനാണിതും. പിന്നെ പ്രസ് ചെയ്തത് ഇങ്ങനെ റൗണ്ട് പോലെ ആക്കിയെടുക്കുന്ന ഒരു ഡിസൈനും കൂടിയുണ്ട്. നമ്മൾ ഇത്രയും ഡിസൈൻ ചെയ്തത് 121 എന്ന് പറയുന്ന ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണല്ലോ. 121 എന്ന് പറയുന്ന സ്റ്റാർ നോസിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. വേറെ ഏത് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇത്രയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. കുറച്ച് കാണാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരിക്കും, എങ്കിലും സെയിം ഇതേ കണക്കുള്ള ഡിസൈനൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തായിട്ട് റോസ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് R11 എന്ന് പറയുന്ന ഒരു നോസിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് യെല്ലോ കളർ ആക്കിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റോസ് പെറ്റൽസ് ചെയ്യുന്ന നോസിലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വീതി കൂടിയതും ഒരു ഭാഗം വീതി കുറഞ്ഞതും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീതി കൂടിയ ഭാഗം ഉണ്ടല്ലോ, ഇത് താഴോട്ടാക്കിയും വീതി കുറഞ്ഞ ഭാഗം മുകളിലോട്ടാക്കിയും വേണം കേട്ടോ പിടിക്കാനായിട്ട്. റോസ് പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലവർ നെയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ നെയിൽ വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ് കമഴ്ത്തി പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഫ്ലവർ നെയിലിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് റോസിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ അകത്തൊരു മടങ്ങിയിരിക്കുന്ന പോലുള്ള ഒരു പെറ്റൽസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതാണ് ചെയ്ത് കൊടുക്കുന്നത്. ലെഫ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ കറക്കിയിട്ട് നമ്മളിങ്ങനെ പെറ്റൽസ് അങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓരോ പെറ്റൽസും നമ്മൾ ചെയ്തെടുക്കുന്നത് റാ പോലെ ഇങ്ങനെ പൊക്കി അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു പെറ്റൽ ചെയ്ത് നിർത്തിയതിന് ശേഷം നിർത്തുന്നിടത്തൊന്നുമല്ല കേട്ടോ അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് മുന്നേ ആയിട്ട് തന്നെ അടുത്ത പെറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വലിയ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒരുപാട് പെറ്റൽസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ഫ്ലവറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വളരെ കുറച്ച് പെറ്റൽസ് മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു ഫ്ലവർ തന്നെയാണ് ചെയ്യുന്നത്. ഫ്ലവർ നന്നായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ഒന്നാക്കിയിട്ട് ദാണ്ട ഫോർക്ക് കൊണ്ട് ഇങ്ങനെ എടുത്തങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും കൊണ്ട് സിസർ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് തള്ളി കൊടുക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോളും. ഫ്ലവർ ഇങ്ങനെ എടുത്ത് ഫോർക്ക് കൊണ്ട് വെക്കാനാണ് കേട്ടോ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്തോളൂ കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്ത ഫ്ലവർ ആണെങ്കിൽ അല്പം വലുതായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫ്ലവറും കൂടി ചെയ്തെടുക്കാം കേട്ടോ. സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പെറ്റൽസ് ചെയ്തെടുക്കാം. ചെറിയ ഫ്ലവറും കേക്ക് ബോർഡിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഫ്ലവറിന് കുറച്ച് ലീഫ് വരച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവുക.
ലീഫിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഈ ലീഫിൻ്റെ നോസിലിന് നമ്പർ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിലോട്ടൊന്ന് വലിച്ചത് കേട്ടോ, അപ്പം നല്ല ലീഫ് പോലെ അങ്ങ് വന്നോളും. അടുത്തായിട്ട് ബാസ്ക്കറ്റൊക്കെ വരയ്ക്കുന്ന പോലുള്ള നോസിലാണ് എടുത്തിട്ടുള്ളത്. ഒരു സൈഡ് ഇങ്ങനെയുള്ള ഡിസൈനും മറ്റേ സൈഡിൽ അങ്ങനെ ഡിസൈനൊന്നും ഇല്ലാതെയാണ് വരുന്നത്. ഈ നോസിലിന് നമ്പർ ഇല്ല കേട്ടോ. വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ലൈറ്റ് പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാസ്ക്കറ്റ് ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ഒരു ലൈൻ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കാം. ആ ഡിസൈനുള്ള ഭാഗമാണ് നമ്മൾ മേളിലോട്ടാക്കി പിടിക്കുന്നത്. എന്നിട്ട് കുറുകേത ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓരോ ലൈനിനകത്തായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പേസ് വിട്ട് ആദ്യം ഒന്നാമത്തേനകത്ത്, പിന്നെ തൊട്ട് താഴെ അടുത്തതിനകത്ത്, അപ്പോൾ വീണ്ടും ഇതിനകത്ത് ഒന്നാമത്തേനകത്ത്, അങ്ങനെ രണ്ടാമത്തേനകത്ത്, അങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒരു വരിഞ്ഞെടുക്കുന്ന പോലെ ഇരിക്കും. വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നല്ല കുറുകെ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. സെയിം നോസിൽ വെച്ച് തന്നെ ദണ്ട ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ടാക്കി അങ്ങനെ ഒരു ബോർഡർ പോലെ ഒരു ഡിസൈനും കൊടുക്കാം. സെയിം നോസിൽ വെച്ച് തന്നെ ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വളച്ചൊന്ന് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു സ്റ്റാർ നോസിൽ തന്നെയാണ്. ആദ്യം നമ്മൾ എടുത്തത് ഒരു ഓപ്പൺ സ്റ്റാർ നോസിലായിരുന്നല്ലോ, ഇതിപ്പോൾ ഒരു ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റാർ നോസിലാണ്. ഈ നോസിലിന് നമ്പർ ഇല്ല കേട്ടോ. ആദ്യം നമ്മൾ ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ച് ചെയ്തതുപോലെ തന്നെ ഈ നോസിലും ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് താഴോട്ടാക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു ബോർഡർ പോലെ നല്ലൊരു ഡിസൈനാണ് ഇതും കേട്ടോ. സെയിം നോസിൽ വെച്ച് തന്നെ ഇങ്ങനെ ചുറ്റിയെടുത്തൊരു ഫ്ലവർ പോലെ ചെയ്യുവാണ്. പിന്നെ മറ്റൊരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് അടുപ്പിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഡിസൈനാണ് ഇതും. അങ്ങനെ ഈ കേക്ക് ബോർഡ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നൂർ 24 എന്ന് പറയുന്നൊരു നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അറ്റം കണ്ടോ ഇങ്ങനെ റാ പോലെയാണുള്ളത്. ഇത് വെച്ച് നമ്മളൊരു ഫ്ലവർ ചെയ്യാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ഫ്ലവർ നെയിലിൽ കുറച്ച് ക്രീം ഇങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ്. ഓരോ പെറ്റൽസ് ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴേന്ന് ഇങ്ങനെ മുകളിലോട്ടങ്ങ് ആക്കി കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്ന പെറ്റൽസ് മൊത്തം അകത്തോട്ടിങ്ങനെ ആയിരിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് പൊങ്ങിയിരിക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് മൊത്തം 4 ചുറ്റും ഇങ്ങനെ അങ്ങ് 2-3-4 റൗണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര വലിയ ഫ്ലവർ ആണോ വേണ്ട അത്രയും പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പെറ്റൽസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ എടുത്ത് കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി 2 കളർ ചേർന്ന ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് വിപ്പിംഗ് ക്രീമും പിന്നെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് യെല്ലോ കളർ ആക്കിയും കൂടി എടുത്തിട്ടുണ്ട്. 2 പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ റോസ് ഫ്ലവർ ചെയ്ത നോസിലുണ്ടല്ലോ, R11 എന്ന് പറയുന്ന ആ നോസിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു പൈപ്പിംഗ് ബാഗിൽ നോസിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 കളർ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് രണ്ടും അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുവാണേ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫ്ലവർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 കളറിൽ വരും കേട്ടോ, 2 ഷെയ്ഡായിട്ട്. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ചൊന്ന് ചെയ്തങ്ങ് മാറ്റുവാണ്. പിന്നെ ഈ 2 കളറിൽ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ട് 2 കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കേക്ക് ബോർഡിൽ ഞാൻ ഇങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. വീതി കുറഞ്ഞ ഭാഗമാണ് വെളിയിലോട്ടാക്കി പിടിക്കുന്നത്. കേക്കിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ നെയിലിൽ വെച്ച് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഒരു പെറ്റൽസ് ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ കൂടെ വേണം കേട്ടോ അടുത്ത പെറ്റൽസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊക്കെ ഉണ്ടോ നടുക്ക് ഭാഗത്തായിട്ട് ഇനി ഏതെങ്കിലും ഒരു കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അടുത്തായിട്ട് റോസിൻ്റെ ഒരു ബഡ് വരച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 2 കളറിലായതുകൊണ്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്തതാണ് ഓൾറെഡി. ഇതിപ്പം സെയിം രീതിയിൽ തന്നെ ചെയ്യുവാണ്, പക്ഷേ ഒരു ബഡാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്ലവറായിട്ട് അങ്ങ് ചെയ്യുന്നില്ല, നമ്മൾ നേരത്തെ ഫ്ലവർ ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ ഇതിന് 3-4 പെറ്റൽസിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് ക്രീം കേക്ക് ബോർഡിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ ഫ്ലവർ ഉണ്ടല്ലോ, സെയിം രീതിയിൽ തന്നെ ഒരു ഫ്ലവറും കൂടെ ചെയ്യുകയാണ്. പക്ഷേ ചെറിയൊരു ഫ്ലവറാണ് കേട്ടോ ചെയ്യുന്നത്, ഒരു 5 പെറ്റൽസൊക്കെ വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഫ്ലവർ നെയിലിൽ കുറച്ച് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പെറ്റൽ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കൂടെയാണ് അടുത്ത പെറ്റൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്.
എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് ഗ്രീൻ കളറൊന്ന് വെച്ച് കൊടുക്കുകയാണ്. സെയിം നോസിൽ വെച്ച് തന്നെ അത് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുവാണ്. ഈ ഡിസൈനൊക്കെ ഇങ്ങനെ 2 കളറിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. സെയിം നോസിൽ വെച്ച് തന്നെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് വളച്ച് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഫ്ലവറിന് വേണ്ടിയിട്ട് തണ്ടും ലീഫും കൂടി ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ലീഫ് ചെയ്ത് കൊടുത്ത നോസിലുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ ഇതും. ഈ ലീഫിൻ്റെ നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്യുവാണ്. ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊരു പ്രസ് ചെയ്ത് ഒരു ചെറിയൊരു ലീഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ കൂടെ അടുത്ത ലീഫ് ചെയ്യുക. അങ്ങനെ ഒരു നല്ലൊരു ബോർഡർ പോലെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. പിന്നെ വലിയ ലീഫ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 3-4 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊരു വലിയ ലീഫ് ആയിക്കൊള്ളൂ കേട്ടോ. അപ്പം വളരെ കുറച്ച് നോസിൽസ് വെച്ച് തന്നെ നമ്മൾ ഒരുപാട് ഡിസൈൻ ചെയ്തു. പിന്നെ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തന്നെ ഞാൻ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.